ഭക്തിപ്രകടനങ്ങൾ. ഭൗതികശാസ്ത്രത്തിൻ്റെ ത്വരിത വികാസത്തിൽ മതിമറന്ന മനുഷ്യൻ യുക്തിവാദത്തെ കൂട്ടുപിടിച്ച് ഈശ്വരനെ പുറന്തള്ളാൻ നടത്തുന്ന ശ്രമം 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പ്രകടമായിരുന്നു. ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാണെന്നും ഈശ്വരനെ സൃഷ്ടിച്ചത് മനുഷ്യനാണെന്നുമൊക്കെ ബുദ്ധിജീവികൾ അന്ന് നിരന്തരം വാദിച്ചിരുന്നു. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുകയാണ്. മതങ്ങളും ആത്മീയ പ്രസ്ഥാനങ്ങളും അനുദിനം ബലം പ്രാപിച്ചു വരുന്നു. ഭക്തി പ്രകടനങ്ങളും ഏറി വരുന്നു. ക്രൈസ്തവർക്ക് ധ്യാനകേന്ദ്രങ്ങൾ, വചന പ്രഘോഷണങ്ങൾ, ഹിന്ദുക്കൾക്ക് ഭാഗവത സപ്താഹങ്ങൾ, ശബരിമല ശരണം വിളികൾ, ശോഭായാത്രകൾ, മുസ്ലിങ്ങൾക്ക് റംദാൻ നോമ്പ്, മതപ്രഭാഷണങ്ങൾ, ഹജ്ജ് തീർത്ഥാടനങ്ങൾ എന്നു വേണ്ട എമ്പാടും ഭക്തിയുടെ നിറഞ്ഞൊഴുകലാണ്. രാഷ്ട്രീയക്കാർ വരെ മതഭക്തിയുടെ മറവിൽ വോട്ട് ബാങ്കുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭക്തി വർദ്ധിച്ച് കൊല്ലും കൊലയും തീവ്രവാദവുമായി ഭീകരരൂപം പ്രാപിക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര നിരാസം പോലെ തന്നെ ബുദ്ധിശൂന്യവും നിന്ദ്യവുമാണ് ഭ്രാന്തമായ ഭക്തി പ്രകടനങ്ങളും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. സ്നേഹസ്വരൂപനും ഹൃദയസ്ഥിതനുമായ ഈശ്വരനെ പ്രസാദിപ്പിക്കേണ്ടത് അമിതമായ ഭക്തി പ്രകടനങ്ങൾ കൊണ്ടല്ല, ഹൃദയശുദ്ധിയും സ്നേഹോദിതമായ നിഷ്കാമകർമ്മങ്ങളും കൊണ്ടാണ്. എല്ലാ മതങ്ങളും ഇത് പറയുന്നുണ്ട്. ധ്യാനം കൊണ്ട് മനസ്സിനെയും കർമ്മം കൊണ്ട് ശരീരത്തെയും ശുദ്ധീകരിച്ച് ജീവിക്കുന്നവന് മാത്രമേ ഈശ്വരപ്രസാദം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവർ സംഘാതമായി ഭക്തിപ്രകടനങ്ങൾ നടത്തുന്നത് നിഷിദ്ധമെന്ന് പറഞ്ഞുകൂടാ. സാമൂഹിക ജീവിതത്തിൽ അത് ആവശ്യവുമായിരിക്കാം. എന്നാൽ അത് കാര്യസാധ്യത്തിനായുള്ള ബാഹ്യപ്രകടനം മാത്രമാകുമ്പോൾ വിപരീത ഫലമാണ് പുറപ്പെടുവിക്കുക. മതഭ്രാന്തും ഭീകരപ്രവർത്തനവുമായി രൂപാന്തരപ്പെടുന്ന ഭക്തിയെ നമുക്ക് ഈശ്വരഭക്തി എന്ന് വിളിക്കാൻ കഴിയുമോ? അത്തരം ഭക്തി പ്രകടനങ്ങളിൽ ഈശ്വരന് സ്ഥാനമില്ല. അവർ ഈശ്വരനെ അറിയുന്നു പോലുമില്ല. ഈശ്വരപ്രാപ്തിക്കുള്ള ആസക്തിയും ഭൗതികമായ അനാസക്തി യോഗവും ഉള്ളവന് മാത്രമേ ഈശ്വരനെ അറിയാൻ കഴിയൂ എന്ന് ഭഗവത്ഗീത പറയുന്നു. മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. അങ്ങനെ ഈശ്വരജ്ഞാനം നേടുന്നവന് മാത്രമേ സിദ്ധി അഥവാ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അനേകായിരങ്ങളിൽ ഒരാൾ മാത്രമേ അങ്ങനെ ഒരു അനുഗ്രഹസിദ്ധിക്ക് അർഹനാകൂ എന്നും ഗീത പറയുന്നുണ്ട്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യതതി സിദ്ധയേ. ഒരു ഉദാഹരണത്തിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ സാക്ഷാൽ ഈശ്വരഭക്തി എന്തെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. 3 തരം സ്നേഹങ്ങൾ ലോകത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 1. ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം. 2. പതിവ്രതയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം. 3. പിശുക്കന് പണത്തോടുള്ള സ്നേഹം. ഈ 3 തരം സ്നേഹങ്ങളും ഒരുമിച്ച് ചേരുന്ന ശക്തിയോടെ ഈശ്വരനെ അന്വേഷിക്കുക. തീർച്ചയായും ഈശ്വര ദർശനം ലഭിക്കും. അതാണ് സാക്ഷാൽ ഭക്തി. നമ്മുടെ പ്രകടനപരമായ ഭക്തിയെ അദ്ദേഹം ഉദാഹരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരമ്മ കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ നൽകുന്നു. അവയുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടി അമ്മയെ വിളിക്കുന്നു. അമ്മ തിരിഞ്ഞു നോക്കും. കുട്ടി കളി തുടരുകയാണ്. അവൻ കാര്യമായിട്ട് വിളിച്ചതല്ല എന്ന് അമ്മ മനസ്സിലാക്കുന്നു. ഇടയ്ക്കിടെ കുട്ടി വിളി തുടരുന്നു. അവൻ കളിപ്പാട്ടങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. അമ്മ ചിലപ്പോൾ മൂളിക്കേട്ടെന്നും വരും. കുട്ടി കാര്യമായി വിളിക്കുന്നതല്ലെന്ന് അമ്മയ്ക്കറിയാം. ഒടുവിൽ കളിപ്പാട്ടങ്ങളെല്ലാം ദൂരെ എറിഞ്ഞിട്ട് കുട്ടി അമ്മയെ വിളിച്ചുകൊണ്ടോടി ചെല്ലുന്നു. അമ്മ അവനെ വാരിയെടുത്ത് മാറിൽ ചേർത്ത് പുണരുന്നു. ഇതുപോലെ നാം ധനം, മാനം, പദവി മുതലായ കളിപ്പാട്ടങ്ങൾക്കിടയിൽ കളിക്കുകയാണ്. ഇടയ്ക്കിടെ ഈശ്വരനെ വിളിക്കും. കളിപ്പാട്ടങ്ങൾ ഉപേക്ഷിക്കാൻ കൂട്ടാക്കുന്നില്ല. ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ വിളിക്കുന്നവന് മാത്രമേ ഈശ്വരപ്രാപ്തി ഉണ്ടാകൂ. നമ്മുടെ ഭക്തിപ്രകടനങ്ങൾ കനകം, കാമിനി, പദവി, അധികാരം മുതലായവ കൊണ്ടുള്ള കളികൾക്കിടയിലുള്ള വെറും വിളിയാണ്. ചിലപ്പോൾ കൂടുതൽ കളിപ്പാട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള വിളിയുമാകാം. സുഖമോഹങ്ങൾ ത്യജിച്ചിട്ട് വിളിക്കണം. ത്യാഗം ചെയ്തുകൊണ്ട് വിളിക്കണം. അമിതമായ ഭൗതിക മോഹങ്ങൾ പുറത്ത് കളഞ്ഞ് ഹൃദയക്ഷേത്രത്തെ ശുദ്ധമാക്കണം. ഹൃദയമാണ് ഈശ്വരക്ഷേത്രം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ എന്ന് ഭഗവത്ഗീത. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് ബൈബിൾ.
ശരീരത്തിൻ്റെ മായാമോഹങ്ങൾ വെടിഞ്ഞ് ഹൃദയത്തെ ശുദ്ധമാക്കി അതിൽ പ്രതിഷ്ഠിതനായ സ്നേഹസ്വരൂപനെ വിളിച്ചുണർത്താം. കളിപ്പാട്ടങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ടുള്ള ഭ്രാന്തമായ ഭക്തിപ്രകടനങ്ങൾ നിഷ്ഫലമാണ്.